Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ കഴിച്ചു. ചാപ്റ്റർ 4ന്റെ റിവിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി ചാപ്റ്റർ 6 ആണ് കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള് പറഞ്ഞു തരാം, അതിനുശേഷം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD മീൻസ് എന്താണ്? OPD മീനിങ് എന്താ? OPD മീനിങ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. OPDയുടെ ഫുൾ ഫോം ചോദിക്കാം. ഓക്കെ, ആ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. OPD സർവീസസ് ആർ മെഡിക്കൽ കെയർ. ഒരു സെക്കൻഡ്. Okay, OPD services are medical care provided on an outpatient basis. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. OPD services are medical care provided on an dash എന്ന് ചോദിക്കാൻ ചിലപ്പോ. അപ്പോ ഔട്ട്പേഷ്യന്റ് ബേസിസ് ആണ് ആൻസർ വരുന്നത്. ചോദ്യം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ക്ലിയർ അല്ലേ? Then അടുത്തത് ഡയഗ്നോസിസ് എന്താണെന്ന് അറിഞ്ഞു വെക്കുക. ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റിഹാബിലിറ്റേഷൻ. ഇതിൽ തന്നെ ഒബ്സർവേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡാഷ് ഈസ് ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സമ്മൺ. അപ്പൊ ഒബ്സർവേഷൻ ഉണ്ടാകാം, ഓപ്ഷനില് കൺസൾട്ടേഷൻ ഉണ്ടാകാം, ട്രീറ്റ്മെന്റ് ഉണ്ടാകാം, ഇന്റർവെൻഷൻ ഉണ്ടാകാം. അപ്പൊ ആ ഒരു രീതിയിൽ ഡാഷ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അപ്പൊ ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. ഡാഷ് ദ മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഷ്യന്റ് ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി. കേട്ടോ, അങ്ങനെ ചോദിക്കാം. ദെൻ ഇന്റർവെൻഷനും കൂടി ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. ഡാഷ് ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. അപ്പൊ ഒബ്സർവേഷൻ നോട്ട് ചെയ്ത് വെക്കുക, ദെൻ ട്രീറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ദെൻ ഇന്റർവെൻഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Then objectives of OPD ഇമ്പോർട്ടന്റ് ആണ്. What are the objectives of OPD എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോ 4 പോയിന്റ് മനസ്സിലാക്കി വെക്കുക. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ,
modern techniques for investigation and treatment, facilities for total patient satisfaction, good public relations. Okay, the next one, location of OPD ആണ് കേട്ടോ. On ground floor, എവിടെയാണ് OPD യുടെ സ്ഥാനം വരുന്നത്? അപ്പോ on ground floor എന്ന് പറയുന്നത് അടയാളപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ യൂണിഡിറക്ഷണൽ ഫ്ലോയും അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. ലൊക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. Then area of OPD യില് ഇവിടെ വരുന്നത്, അതായത് ചോദിക്കാം which of the following is consist of patient area, അല്ലെങ്കിൽ which of the following is consist of administrative area, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പൊ പേഷ്യന്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ഉണ്ടാവും. ബാക്കി 3 എണ്ണം അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്നോ ക്ലിനിക്കൽ ഏരിയയിൽ നിന്നോ ചോദിക്കാം. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം അങ്ങനെ. which of the following is consist of patient area? Option A entrance, option B public relation office, option C transport, option D consultation. ഏതാ വരിക? എൻട്രൻസ് ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലൈൻസ് ഇൻ OPD. ഇതില് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ട് ചിലപ്പോ അത് പൂരിപ്പിക്കാൻ ഉണ്ടാകാം. എൻക്വയറി, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാൾ, കൺസൾട്ടേഷൻ റൂം, അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അപ്പൊ അതിൽ ഏതാണോ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആകുന്നത് അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ആ രീതിയിൽ ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പൊ അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ താഴെ കാണുന്ന എക്യുപ്മെന്റും നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിൽ വരുന്നത്? Which of the following is consist of diagnostic equipment? അപ്പൊ ഏതാണെന്ന് ചോദിക്കാം. അതിനകത്ത് ഞാനിപ്പോ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. Which of the following is consist of therapeutic equipment? Option A BP apparatus, option B nebulizer, option C pulse oximeter, option D IV set. ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ബി നെബുലൈസർ ആണ് അല്ലെ? അപ്പൊ ആ രീതിയിലാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരിക. Okay, the next one, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ ANC യുടെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. ANC അത് മാത്രമാണ് അവിടെ നോക്കി വെക്കേണ്ടതുള്ളൂ. ANC യുടെ ഫുൾ ഫോം എന്താ? ANC ഫുൾ ഫോം ANC ആന്റിനൈറ്റൽ കെയർ അല്ലേ? ആ ഓക്കെ, അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. Then types of OPD, how many types of OPD? 1, 2, 3 and 4. ഏതാ? 2. Okay, very good. Then based on type of patient important ആണ് കേട്ടോ. അതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ജനറൽ ഔട്ട് പേഷ്യന്റ് ചോദിക്കാം, അല്ലെങ്കിൽ എമർജൻസി ഔട്ട് പേഷ്യന്റ് ചോദിക്കാം, അല്ലെങ്കിൽ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഡാഷ് എന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഡാഷ് ഈസ് എ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇവിടെ അടുത്തത് മാനേജീരിയൽ കൺസിഡറേഷൻ ആണ്. വാട്ട് ആർ ദ മാനേജീരിയൽ കൺസിഡറേഷൻ ഓഫ് OPD? അതിനകത്ത് ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രീതിയിൽ ഒന്ന് നോക്കി വെക്കണേ. പിന്നെ ജനറൽ പ്രോബ്ലംസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിന് മുമ്പ് ഇതുണ്ട് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. അതില് മെഡിക്കൽ സ്റ്റാഫ് എന്താണ്, നഴ്സിംഗ് സ്റ്റാഫ് ആരൊക്കെയാണ്, സബ്സർവിയന്റ് സ്റ്റാഫ് ആരൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ജനറൽ പ്രോബ്ലംസിൽ ആ ഹെഡിങ്ങുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ്.
പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് ജാവ പ്രോബ്ലംസ് എന്നും ഏതൊക്കെയാണ് സ്പെസിഫിക് പ്രോബ്ലംസ് എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, inappropriate appointment system, long waiting time at medicine room, അല്ലെ, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, ഇതൊക്കെ ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. അതുപോലെ സ്പെസിഫിക് പ്രോബ്ലംസിലും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ. പോളിഫാർമസി ഏതിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? പോളിഫാർമസി ഏതിന്റെ അണ്ടറിൽ വരുന്നതാ? സ്പെസിഫിക് പ്രോബ്ലം ആണ് അല്ലെ. ലാക്ക് ഓഫ് പ്രൈവസി ഏതിന്റെ അണ്ടറിൽ വരുന്നതാ? ലാക്ക് ഓഫ് പ്രൈവസി സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഓക്കെ, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം ഏതിന്റെ അണ്ടറിൽ വരുന്നതാ? ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം ജനറൽ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. The next point, clinical records kept in an OPD. Important ആണ് കേട്ടോ. What are the clinical records kept in an OPD? OPD registration form, admission form, medication record, treatment record, investigation record, consent forms. അതിനകത്ത് മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ട കാലയളവ് കൊടുത്തിട്ടുണ്ട്, 3 years അല്ലേ. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഇയർ എത്രയാണെന്ന് ചോദിക്കും, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. Then OPD അസിസ്റ്റന്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ പേരുകള് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്നു. റെസ്പോൺസിബിലിറ്റീസ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അദ്ദേഹത്തിന്റെ മറ്റു പേരുകളും മറന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെയാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് IPD മീൻസ് ചോദിക്കുക കേട്ടോ. എന്താണ് IPDയുടെ ഫുൾ ഫോം? എന്താ വരുന്നത്? IPD ഫുൾ ഫോം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഓക്കെ, ആ മൂന്നാമത്തെ സെന്റൻസ് കണ്ടോ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വിൽ റിലേ ഓൺ സിവിയറിറ്റി ഓഫ് ദ പേഷ്യന്റ് ഇൽനസ്. അതായത് പേഷ്യന്റ് സിവിയറിറ്റി അല്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് രോഗിയുടെ സ്റ്റേ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിർണയിക്കുന്നത്. അത് ചിലപ്പോ ചോദിക്കാം കേട്ടോ. ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വിൽ റിലേ ഓൺ സിവിയറിറ്റി ഓഫ് ദ പേഷ്യന്റ്സ് ഇൽനസ്. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഈസ് അഡ്മിഷൻ ചോദിക്കുക കേട്ടോ. വാട്ട് ഈസ് അഡ്മിഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇറ്റ് മീൻസ് allowing a client to stay in hospital for observation, investigation and treatment of disease he is suffering from. ഇതൊന്ന് നോക്കി വെക്കണേ. അടുത്ത ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ ആണ്. അതിനകത്ത് എമർജൻസി അഡ്മിഷൻ ഉണ്ട്, റൂട്ടീൻ അഡ്മിഷൻ ഉണ്ട്. അതില് what are the examples of emergency admission അല്ലെങ്കിൽ which of the following is an example of emergency admission? ആ രീതിയിൽ ചോദ്യം വരാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. പിന്നെ റൂട്ടീൻ അഡ്മിഷൻ
അതിന് എക്സാമ്പിൾ എന്ത് ചെയ്യാ നോക്കി വെക്കുക. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Then next, fourth point, responsibilities of the admission department. Fourth point, transporting the client from OPD to IPD. And the moon point very, very important. Clients who are not very ill and are able to walk are accompanied to ward by a nurse or attendant. Second one, wheelchairs should be available for those who are too sick, weak, not able to walk. Moonamatha point, clients who brought to hospital on ambulance should be carried to their respective wards of stretchers. That's important. Then responsibilities of the nurse. Prepare room. What are the responsibilities of the nurse in the Jyotikya? First one, prepare room. Second one, identify self. Third one, orient the patient. Fourth one, all of the above. Eda variya? All of the above. Okay. പിന്നെ കോൾ ലൈറ്റ് എന്ന് നോക്കി വെക്കുക. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോൾ ലൈറ്റ്, കോൾ ലൈറ്റ് എന്താ? അലേർട്ടിംഗ് ഡിവൈസ് ആണ് അല്ലെ? അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഒന്ന് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഹോസ്പിറ്റൽ വാർഡ്സും കൂടി ഒന്ന് കഴിയട്ടെ കേട്ടോ. ഇനി ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്സ് എടുക്കൂ. ഇതില് സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. സ്പെഷ്യലൈസ്ഡ് വാർഡ് ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡിൽ വരുന്നത്? സ്പെഷ്യലൈസ്ഡ് വാർഡ് മെറ്റേണിറ്റി വാർഡ്, ഓങ്കോളജി, ഗൈനക്കോളജി, നെഫ്രോളജി അല്ലെ? ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ, സ്പെഷ്യലൈസ്ഡ് വാർഡ്. പിന്നെ അതുപോലെ തന്നെ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ വെയർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ, ഓഫൺ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. അണ്ടർലൈൻ ചെയ്ത് വരിക കേട്ടോ. Okay, what are the purpose of hospital ward? ഒന്നും കൂടി പറയാം. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Underline ചെയ്യാം കേട്ടോ. Then next, what are the purpose of hospital ward? Diagnosis and treatment, promoting health. അത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊന്ന് നോക്കി വെക്കണം. പിന്നെ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് സ്പേസ്, വാർഡ് സ്പേസിനെ കുറിച്ച് പറയുന്നില്ല, കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡിൽ ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, പേഷ്യന്റ് നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, ഓക്സിലറി ഏരിയ, നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, ആൻസിലറി ഏരിയ, സാനിറ്ററി ഏരിയ, അതൊന്ന് നോക്കി വെക്കണേ. ഓക്കെ,
Then patient care executive അല്ലെങ്കിൽ floor manager. അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ അതിന് ചോദ്യം ഉണ്ടാവും. Then അതുപോലെ തന്നെ patient relation officer. Patient relation officer are responsible for managing the relationship between healthcare providers and patients. Underline ചെയ്ത് വെക്കുക. Okay. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തോ? ഇനി ഒരു ബുക്കും പേനയും എടുക്കുക കേട്ടോ. ഒരു ബുക്കും പേനയും എടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ചോദ്യത്തിന് ആൻസർ മാത്രം എഴുതുക. ഓക്കെ, ചോദ്യം എഴുതണമെന്നില്ല, ആൻസർ മാത്രം എഴുതുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ആകുമ്പോ പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ് കേട്ടോ. ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഡസ് OPD സ്റ്റാൻഡ് ഫോർ? ആൻസർ മാത്രം എഴുതാ. ആൻസർ എഴുതി കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം കേട്ടോ. വാട്ട് ഡസ് OPD സ്റ്റാൻഡ് ഫോർ? ഓക്കെ, second question. The action of closely monitoring someone is called. The action of closely monitoring someone is called. Okay. Then മൂന്നാമത്തെ question. Dash kind of flow should be the OPD have? Dash kind of flow should be the OPD have?
Okay, very good. ഇനി പറയുന്നതിന് ഓപ്ഷൻ തരാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ് ലിസ്റ്റഡ് ഫോർ OPD? ചോദ്യം ഒന്നും കൂടി പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ് ലിസ്റ്റഡ് ഫോർ OPD? IV set, nebulizer, pulse oximeter, bronchoscope. Okay, കഴിഞ്ഞു. Question പറയാം. Which of the following is a monitoring instrument listed for OPD? Which of the following is a monitoring instrument listed for OPD? IV set, nebulizer, pulse oximeter, bronchoscope. Okay. Another question. How many types of OPD services are mentioned in the document? How many types of OPD services are mentioned in the document? Next question. A patient referred to the OPD by his practitioner for specific treatment is called. A patient referred to the OPD by his practitioner for specific treatment. Okay. The next question. Every hospital must maintain medical records for indoor patients for a period of dash. Option illade എഴുതാൻ പറ്റുമോ എന്ന് നോക്കൂട്ടോ ഹരിത. Every hospital must maintain medical records for indoor patients for a period of dash. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 7. അടുത്ത ചോദ്യം. What is a clinical record kept in an OPD? Option തരാം ട്ടോ. What is a clinical record kept in an OPD? Admission form, social security card, driver's license, patient address. Okay. Options ഒന്നും കൂടി പറയാം. ചോദ്യം ഇതാണ്. What is a clinical record kept in an OPD? What is a clinical record kept in an OPD? Admission form, social security card, driver's license, patient address. Okay.
ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻ മതി. ഇപ്പൊ 8 എണ്ണം ആയോ? 8 എണ്ണം ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ ആൻസർ കമന്റ് ചെയ്തോളൂ കേട്ടോ. ആദ്യത്തെ ആൻസർ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ OPD ഫുൾ ഫോം പറയൂ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. സെക്കൻഡ് വൺ, ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിംഗ് സമ്മൺ. ഏതായിരുന്നു? ഒബ്സർവേഷൻ. ഓക്കെ, വെരി ഗുഡ്. മൂന്നാമത്തത്, ഡാഷ് കൈൻഡ് ഓഫ് ഫ്ലോ ഷുഡ് ബി ദ OPD. ഓക്കെ, യൂണിഡയറക്ഷണൽ ഫ്ലോ. Then അടുത്തത്, which of the following is a monitoring instrument listed for OPD? ഏതാണ്? Pulse oximeter അല്ലേ? Okay. Then how many types of OPD? 2. Okay. The next, a patient referred to the OPD by his practitioner for specific treatment. Referred outpatient. Okay, very good. Then next, every hospital must maintain medical record for indoor patient. 3 years. Okay. Then what is a clinical record kept in an OPD? Okay. എത്ര എണ്ണം കംപ്ലീറ്റ് ആയില്ലേ? എട്ടിൽ 8 കിട്ടിയവർ എത്ര പേരുണ്ട്? 8ൽ 8. എട്ടിൽ 7 കിട്ടിയവരോ? 7 മാർക്ക്. സിക്സ്. 5. 5 ആരെങ്കിലും ഉണ്ടോ? 5 ഇല്ല. 6 വരെ പോയിട്ടുള്ളൂ. 4 ഇല്ല. 3. ഹരിതയ്ക്ക് എത്രയാ കിട്ടിയത്? ഹരിത 5 ആണോ 6 ആണോ? ഓക്കെ. 5. 4, 3, 2, 1. ആരുമില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ? എളുപ്പമായില്ലേ ഇപ്പൊ? ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക, ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ, വ്യത്യാസങ്ങൾ വരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, സിമ്പിൾ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം. അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ.
Okay, first question. നോക്കിക്കോളൂ കേട്ടോ. What does IPD stands for? ഇപ്പൊ കമന്റ് ചെയ്യേണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ആൻസർ ഒക്കെ എഴുതിയതിനു ശേഷം ടോട്ടൽ മാർക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ് കിട്ടിയത് എന്നൊന്ന് കമന്റ് ചെയ്യണം. ഞാൻ പറയും അപ്പൊ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡസ് IPD സ്റ്റാൻഡ് ഫോർ? What does IPD stand for? കഴിഞ്ഞു. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is an example of an emergency admission? ഞാൻ ഇതിനകത്ത് ഓപ്ഷൻ തരാം കേട്ടോ. Which of the following is an example of an emergency admission? A client with diabetes, a client with bronchitis, a client with hypertension, a client with heart attack. Diabetes ഉണ്ട്, bronchitis ഉണ്ട്, hypertension ഉണ്ട്, heart attack ഉണ്ട്. അപ്പൊ എമർജൻസി അഡ്മിഷൻ എക്സാമ്പിൾ എഴുതുക. ഇനി അടുത്തതിനും ഞാൻ ഓപ്ഷൻ തരാം. Routine admission is for clients who are admitted for. Routine admission is for clients who are admitted for. First point, first option, acute condition. Then second option, investigation and planned treatment. Then third option, accidents. Fourth option, poisoning. Acute condition, option A. B, investigation and planned treatment. C, accident. D, poison. അടുത്ത question. How are clients who are too sick or weak to work transported to the ward? ഒന്നുകൂടി പറയട്ടെ ചോദ്യം. How are clients who are too sick or weak to work transported to the ward? Option A, they are told to walk slowly. Option B, they are carried by hand. Option C, they are accompanied by a nurse. Option D, they are transported on wheelchairs. Okay. അടുത്ത ചോദ്യം. What is a preliminary observation a nurse should make upon receiving a patient? What is a preliminary observation a nurse should make upon receiving a patient? Option A, patient job. Option B, any discoloration of the skin. Option C, patient favorite color. Option D, the number of relatives with the patient. Okay. ഒന്നും കൂടി പറയാം. What is a preliminary observation a nurse should make upon receiving a patient?
എന്തൊക്കെയാണ് പ്രിലിമിനറി ഒബ്സർവേഷൻ എന്ന് ശ്രദ്ധിക്കുക. നെസ് പേഷ്യന്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാന്നാണ് ചോദിക്കുന്നത്. എ പേഷ്യന്റ് ജോബ്, എനി ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ, പേഷ്യന്റ് ഫേവറേറ്റ് കളർ, നമ്പർ ഓഫ് റിലേറ്റീവ്സ് വിത്ത് ദ പേഷ്യന്റ്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 5. അടുത്ത ക്വസ്റ്റ്യൻ, which staff member is responsible for transporting the client from OPD to IPD? ഓപ്ഷൻ വേണ്ടല്ലോ, അറിയാൻ പറ്റുമല്ലോ. Which staff member is responsible for transporting the client from the OPD to IPD? Okay. Okay. അത്രയും മതി, 6 എണ്ണം മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. എന്താണ്? IPD, ഇൻഡോർ പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. Then എമർജൻസി അഡ്മിഷന് എക്സാമ്പിൾ എന്താ? ഹാർട്ട് അറ്റാക്ക് ആണ്. ഓക്കെ. Then routine admission എന്തിനാ നടത്തുന്നത്? routine admission B ആണല്ലേ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. Then അടുത്ത ക്വസ്റ്റ്യൻ, how are clients who are too sick or weak transported to the ward? wheelchair ആണ്. transported to wheelchair അല്ലേ. Okay. Then next, what is a preliminary observation of a nurse should make upon receiving patient? Discoloration ആണ് അല്ലേ. Okay, very good. The last question, which staff member is responsible for transporting the client from OPD to IPD? Nurse or attendant? കഴിഞ്ഞു അല്ലേ? എത്രയല്ലേ തന്നുള്ള 6 എണ്ണം? ഓക്കെ, 6 out of 6 കിട്ടിയവർ എത്ര പേരുണ്ട്? 6 മാർക്ക് കിട്ടിയവര്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടി 6 മാർക്ക്. 5 മാർക്ക് കിട്ടിയതോ? ഹരിതയ്ക്ക് 5 ആണോ? അപ്പൊ 60 ഡേസി. ഓക്കെ. അപ്പോ എവിടെയാണ് പോയതെന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എവിടെയാണ് മാർക്ക് പോയതെന്നൊന്ന് ശ്രദ്ധിക്കുക, അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക കേട്ടോ. 4 മാർക്ക്, 4. ഓക്കെ, 3 കിട്ടിയവരുണ്ടാവും. 3. അപ്പൊ എന്താ നിങ്ങൾ നോക്കാനുള്ളത്? അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് 8 കിട്ടിയവർക്ക് ചിലപ്പോ ഇൻപേഷ്യന്റ് വന്നപ്പോ 4 മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ ഏത് മേഖലയാ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടേ?
ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, അതായത് എക്സാം രൂപേണ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുമ്പോ. ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കുക കേട്ടോ, അതിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ വാർഡിലോട്ട് പോവാം. സമയം കളയാനില്ല. നാളെ ഇനി മൊഡ്യൂൾ 2 ഫിനിഷ് ചെയ്തിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് തരാനുണ്ട്. നമുക്ക് ഹോസ്പിറ്റൽ വാർഡിലോട്ട് പോവാം കേട്ടോ. ഇത് നിങ്ങളൊന്ന് തനിയെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ തനിയെ ഒന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കൂ കേട്ടോ. പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ തരാം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഹോസ്പിറ്റൽ വാർഡ്? What is the definition of a hospital ward? Definition of a hospital ward. എഴുതാൻ പറ്റുമോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. The stay in a hospital ward can be long term or short term depending on what? അതായത് ഒരാളെ ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? അറിയാൻ പറ്റുമല്ലോ, പറഞ്ഞു തന്നിട്ടുണ്ട്. The stay in a hospital ward can be long term or short term depending on what? ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. What is a clinical area a component of? What is a clinical area a component of? The pantry, the ward, the parking lot, the corridor. Okay. What is a clinical area a component of? Clinical area വരുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. The pantry, the ward, parking, the corridor. Okay. അടുത്തതിന് ഞാൻ ഓപ്ഷൻ തരാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കൂ കേട്ടോ. What is the patient care executive responsible for regarding hospital information system? What is the patient care executive responsible for regarding hospital information system? Option തരാം. Making sure new admissions are received in the system. Making sure new admissions are received in the system. Second, deleting patient information. Third one, ignoring new admission. Fourth one, sharing patient information with the others. ഒന്നുകൂടി പറയാം, ക്വസ്റ്റ്യൻ പറയാം. What is the patient care executive responsible for regarding hospital information system? അതായത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനുള്ള ഉത്തരവാദിത്വം എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് മേക്കിംഗ് ഷുവർ ന്യൂ അഡ്മിഷൻസ് ആർ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. സെക്കൻഡ്, ഡിലീറ്റിംഗ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. തേർഡ്, ignoring new admission. And fourth, sharing patient information with the others.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗൈനക്കോളജി ഈസ് വാട്ട് ടൈപ്പ് ഓഫ് വാർഡ്? ഗൈനക്കോളജി ഈസ് വാട്ട് ടൈപ്പ് ഓഫ് വാർഡ്? ഗൈനക്കോളജി എന്ത് തരത്തിലുള്ള വാർഡാണ്? എത്ര ക്വസ്റ്റ്യൻ ആയി? 5. ഓക്കെ, 5 മതി. ആൻസർ കമന്റ് ചെയ്യാമോ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഹോസ്പിറ്റൽ വാർഡ്? A room in a hospital where beds are arranged for many people. Short ആയിട്ടാണ് പറയുന്നത്. Beds are arranged for many people. രണ്ടാമത്തേത്, the stay in a hospital ward can be long term or short term depending on what? Severity of the condition. Then മൂന്നാമത്തെ question, what is a clinical area component of? Clinic ward. Ward ആണ് കേട്ടോ. അടുത്ത question, what is the patient care executive responsible for regarding hospital information system? Making sure new admission are received in the system. അതായത് HIS-മായി ബന്ധപ്പെട്ടിട്ട് പുതിയ അഡ്മിഷൻ വരുമ്പോൾ അത് സിസ്റ്റത്തിൽ റിസീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. Then gynecology വാർഡ് ഏതില് വരുന്നതാണ്? സ്പെഷ്യലൈസ്ഡ് വാർഡ്. എല്ലാരും ശരിയായവരുണ്ടോ? 5-ൽ 5 എല്ലാവർക്കും കിട്ടി? 5-ൽ 4 3 2 ഇല്ല 3 4 5 അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് കിട്ടാത്തതെന്ന് നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയിരുന്നു. ഏതാണ് കിട്ടാത്തത് നോക്കുക, അതിനനുസരിച്ചിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഇനി മൊഡ്യൂൾ 2 ഏതൊക്കെയാണ് വരുന്നത്? എന്റെ ചാപ്റ്റേഴ്സ് അതിനകത്ത് ലബോറട്ടറി സർവീസ്, മോർച്ചറി സർവീസ് വരുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു? ലേബർ റൂം അല്ലേ?
ഈ 3 ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നാളെ പറയാം കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെയായിരിക്കും, ഇമ്പോർട്ടന്റ് ഏരിയ പറഞ്ഞു തരും. അതുകൂടാതെ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സമയത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടാം അല്ലെങ്കിൽ കുറയാം, നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. നാളെ ഞാനാണ് ഉണ്ടാവുക. നാളെയും കൂടി എന്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാമിന് ശേഷമാണ് കാണുക. ഓക്കെ, താങ്ക് യു. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ കാണാം. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വരിക കേട്ടോ. ഈ പറഞ്ഞ ലബോറട്ടറി നോക്കുക, ലേബർ റൂം നോക്കുക, മോർച്ചറി നോക്കുക. ഇത് മൂന്നൊന്ന് നോക്കിയിട്ട് വരിക. അപ്പൊ കുറച്ചും കൂടി എളുപ്പമാവും ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ബൈ. താങ്ക് യു.